So good afternoon everyone. ഇത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ബിസിനസ് എന്ന കോഴ്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ ടൈം സീരീസിൻ്റെ അകത്ത് സീസണൽ ഇൻഡെക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ സീസണൽ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്? സീസണൽ ഇൻഡെക്സ് വെച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നമ്മളൊരു വർഷത്തെ 4 ക്വാർട്ടറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏത് ക്വാർട്ടറാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ളത്, അല്ലെ ഏത് ക്വാർട്ടേഴ്സാണ് ആവറേജ് ബിലോ ആവറേജ് പെർഫോമൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് ക്വാർട്ടറാണ് ആവറേജ് പെർഫോമൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നുണ്ട്, അവരുടെ ആവറേജ് സീസണാലിറ്റി വാല്യൂ എത്രയാണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് സീസണൽ ഇൻഡെക്സ് സഹായിക്കും. ഏറ്റവും ബേസിക് ടേംസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിമാൻഡ്. ഓരോ ക്വാർട്ടറിലും ഒരു കമ്പനിക്കുള്ള ഡിമാൻഡ് സിഗ്നിഫൈ ചെയ്യുവാണ് സീസണൽ ഇൻഡെക്സ്. ഇങ്ങനെയാണ് നമുക്ക് എക്സാമിൽ ഒരിക്കലും സീസണൽ ഇൻഡെക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇയർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്വാർട്ടർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 90% ചാൻസും അത് സീസണൽ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ഷീറ്റിലോട്ട് ചെയ്യുമ്പോഴത്തേനും ആദ്യം ടേബിൾ കോപ്പി പേസ്റ്റ് ചെയ്ത് താഴ്ത്തി ചെയ്യുക. അതിൻ്റെ അടിയിൽ 2 റോയും കൂടി ആഡ് ചെയ്യുക. ടോട്ടൽ എന്ന് പറഞ്ഞ റോയും ആവറേജ് എന്ന് പറഞ്ഞ റോയും. ആ ടോട്ടൽ എന്നുള്ള റോയിൽ നിങ്ങൾ ഈ Q1 എന്നുള്ള ഈ കോളം ഉണ്ടാവും. ഈ കോളത്തിനകത്ത് 4 വാല്യൂ ഉണ്ട്. ഈ 4 വാല്യൂ ആഡ് ചെയ്തിട്ട് ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 14.7 കിട്ടും. ഇതുപോലെ തന്നെ ബാക്കി ക്വാർട്ടറുകൾക്ക് വേണ്ടി ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ 16.5, തേർഡ് ക്വാർട്ടറിൽ 14.2, ഫോർത്ത് ക്വാർട്ടറിലും 14.2 എന്നുള്ളത് കിട്ടും. ഇനി ഇവിടെ എത്ര വർഷമുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 2005, 2006, 2007, 2008 4 വർഷങ്ങളാണുള്ളത്. അതുകൊണ്ട് ഈ ടോട്ടൽ വാല്യൂ 4 വെച്ചിട്ട് വാങ്ങി. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ആവറേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ n. ഇപ്പം നമ്മുടെ കേസിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര വർഷമുണ്ടോ ആ ഒരു നമ്പർ വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊരു 3.675, 4.125, 4.0, 4.1 കിട്ടും ഈ എല്ലാ ക്വാർട്ടറുകൾക്ക് വേണ്ടി. ഇത്ര വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് ഇടണം. അതായത് ഗ്രാൻഡ് ആവറേജ് കണ്ടുപിടിക്കുക. ഗ്രാൻഡ് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ഓഫ് ആവറേജസ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ഓരോ ക്വാർട്ടറിൽ കിട്ടിയ ആവറേജ് വാല്യൂ കിട്ടും. ഈ ആവറേജ് വാല്യൂ 3.675. ഇങ്ങനെയുള്ള ഈ വാല്യൂകളെല്ലാം നമ്മൾ കൂട്ടിയിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യും. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? ഗ്രാൻഡ് ആവറേജ് കിട്ടും. ഈ കേസിൽ നമുക്ക് ഈ വാല്യൂകളെല്ലാം പോകുമ്പോഴത്തേനും 14.9 ഡിവൈഡ് ബൈ 4 കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ഗ്രാൻഡ് ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 3.725. ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ അത് ഗ്രാൻഡ് ആവറേജ്. നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഡിറ്റർമിൻ ഇഫ് ദർ ഇസ് എനി സീസണാലിറ്റി ഇൻ ദ ഡേറ്റ ഗിവൻ ബിലോ. വാട്ട് ആർ ദ സീസണൽ ഇൻഡൈസസ് ഫോർ വേരിയബിൾ ക്വാർട്ടേഴ്സ്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ ക്വാർട്ടറിൻ്റെയും സീസണാലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് Q1 വേണ്ടി മാത്രം ഞാൻ ഇക്വേഷൻ മുന്നിൽ എടുക്കുന്നത് സീസണൽ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് ദാറ്റ് സീസൺ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ആവറേജ് ഇൻറ്റു 100. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണ് നമുക്കുണ്ടാകുന്നത്? നമുക്ക് 3.675 ആണ് കിട്ടിയത്. അത് ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ആവറേജ്, അല്ലെങ്കിൽ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയത് 3.725 ആണ് കിട്ടിയത്. സോ ആ വാല്യൂ ഡിവൈഡഡ് ബൈ ഈ വാല്യൂ ഇൻറ്റു 100 നമുക്ക് 98.7 കിട്ടും. അത് ഫസ്റ്റ് ക്വാർട്ടർ. ഇതുപോലെ നമ്മൾ സെക്കൻഡ് ക്വാർട്ടറിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന വാല്യൂ എന്ന് പറയുന്നത് 110.738. തേർഡ് ക്വാർട്ടറിൽ നമുക്ക് കിട്ടാവുന്നത് 95.3. അതുപോലെ തന്നെ ഫോർത്ത് ക്വാർട്ടറിൽ നമുക്ക് സെയിം വാല്യൂ തന്നെ കിട്ടുന്നത്. ഓക്കെ, ഇതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചാർജില്ല. അപ്പോൾ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ്റെ കോൺടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയോടെ ചോദ്യം ഇത് യൂസ് ചെയ്ത് നമുക്ക് ഓരോ സീസണിൻ്റെ ഡിമാൻഡ് എത്രയാണ്, അത് എബോവ് ആവറേജ് സീസണാണോ ബിലോ ആവറേജ് സീസണാണോ അല്ലെങ്കിൽ ക്വാർട്ടറാണോ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ കൊണ്ട് നമ്മൾ സീസണൽ ഇൻഡെക്സസ് ഉള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് കവർ ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ യു ലേറ്റർ.